കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. മൂന്ന് മുന്നണികൾ, അതായത് പ്രധാനമായും ഇടതു ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് കേരളത്തിലെ 100-ലധികം മണ്ഡലങ്ങളിൽ നടക്കുന്നതെങ്കിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും കരുത്തു തെളിയിക്കാൻ ഒരു മൂന്നാം കക്ഷിയായി NDAയും കളം നിറഞ്ഞു കഴിഞ്ഞു. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമുള്ളത്. കഴിഞ്ഞ 2 തവണയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് വരുമെന്നാണ് ഐക്യമുന്നണി നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോൾ ട്രാക്കർ നടത്തിയ ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. പോൾ ട്രാക്കറുടെ സർവേ ഫലത്തിൽ കണ്ടെത്തിയത് എന്തെല്ലാമാണ്? ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പോൾ ട്രാക്കർ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അതായത് പോൾ ട്രാക്കർ ജനങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത ഈ സർവേ ഫലത്തിൽ പറയുന്നത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 43 മുതൽ 49 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് പോൾ ട്രാക്കർ പറയുന്നത്. 86 മുതൽ 96 വരെ സീറ്റുകൾ നേടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ്. അതായത് 44 മുതൽ 46% വരെ വോട്ടും UDFന് ലഭിക്കുമെന്ന്. അതായത് 37 മുതൽ 40% വരെ വോട്ടുകൾ. NDAക്ക് 0 മുതൽ 2 സീറ്റ് വരെ ലഭിക്കാമെന്നും 14 മുതൽ 15% വരെ വോട്ടും NDA കരസ്ഥമാക്കുമെന്നും പോൾ ട്രാക്കർ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സീറ്റ് പോലും ഇവർ പ്രവചിക്കുന്നില്ല. 2 മുതൽ 3% വരെ വോട്ടുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വതന്ത്രന്മാർക്കുമെല്ലാമായി വിഭജിച്ചു പോകുമെന്നും പോൾ ട്രാക്കർ സർവേ ഫലം വിലയിരുത്തുന്നുണ്ട്. നമുക്ക് വിശദമായി പരിശോധിക്കാം. നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനുമെതിരായ ജനവികാരം ഏത് രൂപത്തിലാണ്, അവർക്കെതിരായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ശക്തമായ ആന്റി ഇൻകംബൻസി തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രവർത്തികളോടും കേരളത്തിലെ ജനങ്ങൾക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ ഒരു ഏകാധിപത്യ ശൈലിയുള്ള പ്രവർത്തനങ്ങളെ കേരളീയ സമൂഹം വിലയിരുത്തിക്കൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ വാക്കുകളും കേരളീയ സമൂഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരായ വികാരത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2, അഴിമതി ആരോപണങ്ങൾ. സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കും. CPMന് തിരിച്ചടിയായി മാറും, ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി മാറുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. 3, പാർട്ടി സംവിധാനത്തിലെ മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള നേതാക്കന്മാരുടെ അഹങ്കാരം. അതായത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ള നേതാക്കന്മാർ പൊതുജനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം ജനങ്ങൾക്ക് ഒരു മതിപ്പുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ അടക്കം ഇത്തരം കുട്ടി നേതാക്കന്മാർ ഭരിക്കുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ല. ഈ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നടപടി ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് സർവേ ഫലം പറയുന്നത്. 4, ശബരിമല സ്വർണ്ണക്കൊള്ള. കേരളത്തിൽ ഒരു മണ്ഡല മകരവിളക്ക് സീസണിൽ അല്ലെങ്കിൽ ഒരു സീസണിൽ നട തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ക്ഷേത്രമാണ് ശബരിമല സന്നിധാനം. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർ ഒഴുകിയെത്താറുണ്ട്. ആ ശബരിമല സന്നിധാനത്തെ ക്ഷേത്രക്കൊള്ള, കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്രം കൊള്ളയടിച്ചതിൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA പത്മകുമാർ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഇപ്പോഴും ന്യായീകരിക്കുന്ന CPMന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. 6, സഹകരണ ബാങ്ക് അഴിമതി. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സഹകരണ ബാങ്ക് അഴിമതിയിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. CPIMന്റെ തൃശൂരിലെ പല പ്രമുഖ നേതാക്കന്മാരും ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിന്ന് EDയും അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസും അടക്കം അന്വേഷിച്ച് ചോദ്യം ചെയ്ത കേസാണത്. MK കണ്ണനെ പോലെയുള്ള CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ അഴിമതി കേസിനകത്ത് വിരൽ ചൂണ്ടി ജയിലിൽ പോയ കേസ് വലിയ വിവാദമാണ് സൃഷ്ടിച്ചത്. തിരുവനന്തപുരത്തെ മറ്റൊരു ബാങ്ക് കൊള്ള. ഇത്തരം സഹകരണ ബാങ്കിലെ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ വലിയ
ചർച്ചയായിട്ടുണ്ടെന്നും അത് CPM-നോടുള്ള മതിപ്പ് കുറഞ്ഞു വന്നു എന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. 7. മുതിർന്ന പ്രാദേശിക നേതാക്കന്മാർക്കെതിരെയുള്ള അഴിമതി ആരോപണം. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ഹോമിച്ച ധനരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി പിരിച്ച പണം പാർട്ടി നേതാക്കന്മാർ സ്വന്തം കീശയിലേക്ക് വകമാറ്റിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ചത്. തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് മറ്റൊരു രക്തസാക്ഷിയുടെ കുടുംബം, വിഷ്ണുവിന്റെ കുടുംബം, ഇത് മറ്റൊരു ആരോപണവുമായി രംഗത്ത് വന്നു. ഇത്തരത്തിൽ പല പ്രാദേശിക നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിൽ അഴിമതി ആരോപണമുണ്ട്. സഹകരണ ബാങ്കിൽ ജോലി ലഭിക്കാൻ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പിൻവാതിൽ നിയമനം നടത്താനെല്ലാം നേതാക്കന്മാർ കാശ് വാങ്ങിയ തരത്തിൽ അഴിമതി ആരോപണങ്ങൾ നേരത്തെയെല്ലാം വന്നിരുന്നു. ഈ ആരോപണങ്ങൾ, പാർട്ടി നേതാക്കന്മാർക്കെതിരെയുണ്ടായ ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചു എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. UDF-ന് അനുകൂലമായ ഘടകങ്ങൾ, അതായത് കൂടുതൽ ദൃഢമായ സഖ്യ ഏകീകരണം, വോട്ട് ചോർച്ച കുറയ്ക്കൽ, മുന്നണികളിലെ പാർട്ടികൾ തമ്മിൽ നേരത്തെ പോലെയുള്ള പടലപ്പിണക്കങ്ങളില്ല, ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും ആദിവാസി ദളിത് പോരാട്ടങ്ങൾക്ക് നായകത്വം വഹിച്ച CK ജാനുവിനെ പോലെയുള്ള ആളുകളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും ഒരു കാലത്ത് CPM-ന്റെ നാവായി പ്രവർത്തിച്ചിരുന്ന നിലമ്പൂർ മുൻ MLA ആയിരുന്ന PV അൻവറിനെ UDF-ൽ എത്തിക്കാൻ കഴിഞ്ഞതും ഗുണകരമാകുമെന്നാണ് സർവേ ഫലം പറയുന്നത്, ജനങ്ങൾ പറയുന്നത്. 2. പ്രാദേശിക തലത്തിലെ ശക്തമായ അനുകൂല വികാരം. അത് തന്നെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടത്. CPM നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും അഹങ്കാരത്തിനും മറുപടിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയത്. അത് ഇത്തവണയും പ്രതിഫലിക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. 3. പ്രാദേശിക ഭരണ തെരഞ്ഞെടുപ്പിലെ കൃത്യമായ മേൽക്കൈ. നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. 4. കേരള കോൺഗ്രസ് മാണി വിഭാഗം അനുഭാവികൾക്ക് LDF-നോടുള്ള താല്പര്യക്കുറവ്. മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനമുള്ള മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-നാണ് മികച്ച മുന്നേറ്റം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലവും പൊറ്റില്ലവും എന്ന് വിശേഷിപ്പിക്കുന്ന പാലയിലും ഏറ്റുമാനൂരിലും അടക്കം വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ LDF ബാന്ധവം അണികൾക്ക് താല്പര്യമില്ല. ഒരു വേള സഭ അടക്കം മുൻകൈയെടുത്ത ജോസ് കെ മാണിയോട് LDF ബന്ധം വിച്ഛേദിച്ച് UDF-ലേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ജോസ് കെ മാണി അതിന് തയ്യാറായില്ല. പക്ഷേ അണികൾ ഇത്തവണ UDF-ന് വോട്ട് ചെയ്യുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. BJP-യോടുള്ള താല്പര്യക്കുറവ്. സർവേ പറയുന്നത് പരിമിതമായ സാധ്യതകൾ മാത്രമാണ് BJP-ക്ക് കേരളത്തിലുള്ളത്. 2. പ്രാദേശിക നേതൃത്വത്തിന്റെ അഭാവം. ശക്തമായ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന പ്രാദേശിക നേതാക്കന്മാർ BJP-ക്ക് ഇല്ല എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. 3. നിയമം, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ മാത്രമാണ് സാധ്യത. നേരത്തെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി BJP 2016-ൽ O രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. ആ നേമത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ 2 മണ്ഡലങ്ങളാണ് BJP-ക്ക് ഒരു സാധ്യത കൽപ്പിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സാമുദായിക ഇടപെടലുകളും UDF-ന്റെ സാധ്യതകളും. മധ്യ ദക്ഷിണ കേരളത്തിലെ നായർ, ഈഴവ്, വിള്ളൽ UDF-ന് അനുകൂലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016-ലും 2021-ലും എൻ ബ്ലോക്കായി NDF-ന് ലഭിച്ചിരുന്ന നായർ, ഈഴവ് വോട്ടുകൾ ഇത്തവണ UDF-ലേക്ക് തിരിച്ചു വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2. ക്രിസ്ത്യൻ വോട്ട് ഏകീകരണം UDF-ന് അനുകൂലം. നേരത്തെ വിഭജിച്ചു പോയ ഒരു വേള ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP-ക്കും LDF-നും അടക്കം ലഭിച്ചിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ എൻ ബ്ലോക്കായി ഇത്തവണ UDF-ന് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. 3. മനുഷ്യ വന്യജീവി സംഘർഷത്തിലെ സംസ്ഥാനത്തിന്റെ നടപടികളുടെ അഭാവം. ഈ സർക്കാർ 2016-ലും 2021-ലും പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം വനം വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. വന്യമൃഗശല്യം കേരളത്തിൽ ഏറ്റവും രൂക്ഷമായി പാലക്കാടും അതോടൊപ്പം തന്നെ വയനാട്ടിലും കാസർഗോഡും കോഴിക്കോടും അടക്കം വന്യജീവി സംഘർഷങ്ങളിൽ തിരുവനന്തപുരത്തും അടക്കം ആനയും കാട്ടുപോത്തും നാട്ടിലേക്ക് ഇറങ്ങി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. കൃഷി നശിപ്പിക്കുന്ന ഇടുക്കിയിലടക്കം വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താത്ത സർക്കാരിനെതിരായ വികാരം ഇത്തരം കാർഷിക മേഖലകളായ ജില്ലകളിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDF-ന് അനുകൂലം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്, ഇടതുമുന്നണിക്കും CPM-നും എൻ ബ്ലോക്കായി മുസ്ലിം വോട്ടുകൾ ലഭിച്ചിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലയിൽ ഒരു ഭാഗം ഇവിടങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ഇത്തവണ UDF-ന് അനുകൂലമായി എൻ ബ്ലോക്കായി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് സർവേ പറയുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നടപടികളുടെ അഭാവം, അധ്യാപന നിയമന വിഷയത്തിൽ ചർച്ച നേതൃത്വത്തിലുള്ള അവിശ്വാസം, AP സമസ്തയുടെ പിന്തുണ CPM-ൽ നിന്ന് അകന്നു പോകുന്നത്,
മത്സ്യത്തൊഴിലാളികളുടെ ധീവരർ, ലാറ്റിൻ കത്തോലിക്കർ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഉപജീവന അവരുടെ ആശങ്കകൾ, പരമ്പരാഗത ഇടതു പിന്തുണ അടിത്തറകളായ നെൽകർഷകർ, കശുവണ്ടി തൊഴിലാളികൾ എന്നിവരുടെ അസംതൃപ്തി, റബ്ബർ കർഷകരുടെ അസംതൃപ്തി, സർക്കാർ ജീവനക്കാരുടെ അസംതൃപ്തി. അതായത് ഒരു വലിയ വിഭാഗം സർക്കാർ ജീവനക്കാർ 2016-ലും 2021-ലും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തിരുന്നു. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുമെന്ന വാഗ്ദാനമായിരുന്നു അതിന് കാരണമായത്. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് വീണ്ടും വീണ്ടും ഇരട്ടടിയാകുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതെല്ലാം ഇടതുമുന്നണിയെ തിരിഞ്ഞുകുത്തും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതായത് LDF-ന്റെ സീറ്റിനേക്കാൾ ഇരട്ടിയോളം സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലം പറഞ്ഞു വെക്കുന്നത്. 2026 ജനുവരി 12 മുതൽ ജനുവരി 30 വരെയാണ് ഈ സർവേ നടക്കുന്നത്. 23,800 സാമ്പിളുകളാണ് ഈ സർവേ നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഇതിൽ ഒരിക്കൽ കൂടി ആ ഫലം നമുക്ക് പരിശോധിക്കാം. ഐക്യ ജനാധിപത്യ മുന്നണി, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് 89 മുതൽ 96 സീറ്റുകൾ വരെ കേരള നിയമസഭയിൽ ലഭിക്കും. 44 മുതൽ 46% വരെ വോട്ട് വിഹിതവും ലഭിക്കുമെന്ന് പറയുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, നിലവിൽ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക്, CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 43 മുതൽ 49 വരെ സീറ്റും 37 മുതൽ 40% വരെ വോട്ട് ലഭിക്കുമെന്ന് പറയുമ്പോൾ, NDAക്ക് 2 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. 14 മുതൽ 15% വരെ വോട്ട് ഷെയറുമാണ് പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് സീറ്റുകളും ലഭിക്കില്ല എന്നും 2% മുതൽ 3% വരെ വോട്ട് മറ്റുള്ളവർക്ക് ലഭിക്കുമെന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സർവേ ജനുവരി 12 മുതൽ 30 വരെയാണ് സർവേ നടത്തിയത്. രാഷ്ട്രീയമാണ്, മാറിമറിയാം. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 60ഓളം ദിവസങ്ങൾ ബാക്കിയുണ്ട്, 2 മാസത്തോളം ബാക്കിയുണ്ട്. കേരള രാഷ്ട്രീയമാണ്, എന്തു സംഭവിക്കാൻ. ഇപ്പോൾ നടത്തിയ സർവേയുടെ വിശദാംശങ്ങളിലൂടെ തന്നെ നമുക്ക് പറയാം, ഐക്യ ജനാധിപത്യ മുന്നണി 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലേക്ക് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ജനങ്ങളും പറഞ്ഞു വെക്കുന്നത്.